വെൽക്കം ടു ജോളിസ് കുളീന. ഇന്ന് ഞാൻ വളരെ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നറുനീണ്ടി ജ്യൂസ്. നമ്മുടെ ശരീരത്തിന് വളരെ ഗുണമുള്ളതാണ് ഈ നറുനീണ്ടി. അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 30 ഗ്രാം നറുനീണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനെ വേര് പോലെയോ അല്ലെങ്കിൽ കിഴങ്ങ് പോലെയൊക്കെ നമുക്ക് തോന്നും. ഇത് തലേ ദിവസമേ വെള്ളത്തിലിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ കുതിർത്തെടുത്തതാണ്, തലേ ദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കിഴങ്ങാണിത്. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം. ഞാൻ ഇടികല്ലിൽ വെച്ചാണ് ചതച്ചെടുത്തത്. മിക്സിയിലൊക്കെ ഇട്ട് ചതച്ചെടുത്താൽ അതിൻ്റെ ബ്ലേഡൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടികല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ചതച്ച നറുനീണ്ടി കിഴങ്ങും അതിൽ ഉള്ള വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച ശേഷം ഒരു 15 മിനിറ്റെങ്കിലും സിമ്മിലിട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. തിളപ്പിച്ചെടുക്കുന്നതോടൊപ്പം അത് കുറച്ച് വറ്റി വരാനുണ്ട്. അതിലുള്ള ചാറെല്ലാം ഇളകി വരാനായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും വേണ്ടി വരും. കൊണ്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം അതിൽ കിഴങ്ങിലെ ചാറെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ജ്യൂസ് നമുക്ക് വീണ്ടും അടുപ്പിലേക്ക് വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏകദേശം 1 കിലോയോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ജ്യൂസിലേക്ക് ഇട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടത് പഞ്ചസാരയും കൂടെ ഇതിനോട് ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. പക്ഷേ ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കിലോ പഞ്ചസാരയെ ഞാൻ ഇടുന്നുള്ളൂ. കാരണം മധുരം കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് 1/2 കിലോ പഞ്ചസാരയാണ് ഞാൻ ഇതിലോട്ട് ഇടുന്നത്. ഏകദേശം 1 കിലോ പഞ്ചസാരയോളം നമുക്ക് ഇതിലോട്ടിട്ട് എടുക്കാവുന്നതാണ്. അല്ല, പഞ്ചസാര പ്രത്യേകം കാച്ചി വേണമെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഒഴിക്കുന്നത്. നന്നായിട്ട് ഇളക്കി നമുക്ക് ഇതിനോട് യോജിപ്പിച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് കലങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കേണ്ടതുണ്ട്. വളരെയധികം ഗുണമുള്ളതാണ് നറുനീണ്ടി. ശരീരത്തെ തണുപ്പിക്കാനും രക്തം ശുദ്ധീകരിക്കാനും ദഹനത്തെ സഹായിക്കാനും പിന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ക്ഷീണം, ചർമ്മ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ അകറ്റാനും ഈ നറുനീണ്ടി വളരെ ഉപയോഗമുള്ള ഒരു കിഴങ്ങാണ്. ഇത് ആയുർവേദ ഷോപ്പുകളിലോ അല്ലെങ്കിൽ പച്ചില മരുന്ന് കടകളിലോ ഒക്കെ ഇത് കിട്ടും. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. എന്നാലും അടി പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതിൽ വീണ്ടും പൊടി ഉണ്ടാകും. അത് നമ്മൾ ഒന്നും കൂടെ നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പിൽ ഒന്നും കൂടെ അരിച്ച് മാറ്റണം. ഇതിപ്പോൾ ഞാൻ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിനെ തണുക്കാൻ അനുവദിക്കാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 3 ടേബിൾ സ്പൂൺ നറുനീണ്ടി ജ്യൂസാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നാരങ്ങ, ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കസകസ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിന് ഐസ് ക്യൂബ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഗുണപ്രദമായ നറുനീണ്ടി ജ്യൂസ് ഉണ്ടാക്കി വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. താങ്ക് യു.